ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കുറുക്കനെ പറ്റിയാണ്. കുറുക്കൻ അഥവാ ബംഗാൾ കുറുക്കൻ ഇവയുടെ ശാസ്ത്രനാമം വൽപ്സ് ബംഗാൾനെസിസ് എന്നാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മാത്രം കാണപ്പെടുന്ന കുറുക്കൻ ജനുസിൽപ്പെട്ട ഒരു ജന്തുവാണ്. ഇവയ്ക്ക് കുറുനരിയുമായി വളരെ സാമ്യമുണ്ട്. പ്രാദേശിക നിലയിൽ സാധാരണയായി കാണപ്പെടുന്ന ജീവിയാണ് കുറുക്കൻ. കാനിഡെ കുടുംബത്തിൽ കാണപ്പെടുന്ന ഇവ വംശനാശ ഭീഷണി കുറവ് നേരിടുന്നത് എന്ന് IUCN WPA വ്യക്തമാക്കുന്നു. കുറുക്കന് ഇടത്തരം വലുപ്പമാണ്. എല്ലുന്തിയ മഞ്ഞ നിറം കലർന്ന തവിട്ട് ചാരരോമങ്ങൾ കുറുനരിയുടേതുപോലെ മാർദ്ദവമുള്ളതോ ചെന്നായയുടേതുപോലെ ഇടതൂർന്നതോ അല്ല. കുറുക്കൻ്റെ ശരീരത്തിൽ കറുത്ത രോമങ്ങളോടുകൂടി മങ്ങി വിളറിയ തവിട്ട് രോമങ്ങളും കാണപ്പെടുന്നു. ഇവയുടെ ശരീരത്തിൻ്റെ അടിവശവും തൊണ്ടയും കണ്ണിനും കവിളിനും ചുറ്റുമുള്ള സ്ഥലവും വെളുത്ത നിറമാണ്. വടക്കേ ഇന്ത്യയിൽ കാണപ്പെടുന്ന കുറുക്കന് വലുപ്പവും കനവും കൂടുതലാണ്. കുറുക്കന് ഭീഷണി ഉള്ളത് അവരെ വേട്ടയാടുന്നവരാണ്. കരയിൽ വസിക്കുന്ന ഇവയെ ഇന്ത്യയിൽ എല്ലായിടത്തും കാണാൻ സാധിക്കും. വനങ്ങളിലും മറ്റ് ഇടതിങ്ങിയ കുറ്റിക്കാടുകൾക്കിടയിലും മാളങ്ങളിലും ഇവ വസിക്കുന്നതായി കാണാറുണ്ട്. ഇര തേടുന്നതിൽ സമർത്ഥന്മാരാണ് ഈ കൂട്ടർ. മൂങ്ങുകയും കുരയ്ക്കുകയും ചെറിയ വിളിശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന സ്വഭാവം കുറുക്കന്മാർക്കുണ്ട്. കുറുക്കന്മാർ പ്രധാനമായും ചെറിയ എലികൾ, പക്ഷികൾ, പ്രാണികൾ, മുട്ടകൾ, ഉരകങ്ങൾ, ഞണ്ടുകൾ, പഴങ്ങൾ, ഇലകൾ, വേരുകൾ, ചിലപ്പോൾ മുയലുകൾ അങ്ങനെ ഭക്ഷ്യലഭ്യതയ്ക്കനുസരിച്ച് അവ ഭക്ഷിക്കും. വന്യജീവിയായ കുറുക്കൻ ഒരു മാംസഭുക്ക് തന്നെയാണ്. സാധാരണ ഒറ്റയ്ക്കാണ് ഇര തേടുന്നത്. പുലർക്കാലത്തും സന്ധ്യയോടടുത്ത സമയങ്ങളിലാണ് കുറുക്കന്മാർ ഇര തേടുന്നത്. ഊരിടുന്നവരല്ല കുറുക്കന്മാർ. ഒറ്റ ഇനം മാത്രമുള്ള മൃഗം തന്നെയാണ് കുറുക്കന്മാർ. കുറുക്കനെ പറ്റി പലവിധ കഥകളും പുരാണങ്ങളും കടകഥകളിലും മറ്റും വിവരിക്കാറുണ്ട്. കുറുക്കന്മാർക്ക് 2 കിലോ മുതൽ 5 കിലോ വരെയാണ് ഭാരമുണ്ടാവുക. 60 സെൻറ്റിമീറ്റർ മുതൽ 90 സെൻറ്റിമീറ്റർ വരെ മാത്രമേ നീളമുണ്ടാവുകയുള്ളൂ. കുറുക്കന്മാരെ തിരിച്ചറിയുന്നത് അവയുടെ നീളമുള്ള വാലിന്മേൽ നിറയെ രോമങ്ങളും ഉണ്ടായിരിക്കും. വാലിൻ്റെ അറ്റത്ത് കറുപ്പ് നിറം ഉണ്ടാകും. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.